ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ സൗണ്ട് ഒക്കെ കുറച്ച് മാറ്റമുണ്ട്, ജലദോഷമൊക്കെ പിടിച്ച് ആകെ വയ്യാണ്ടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് തലയൊക്കെ കഴുകി 2 ദിവസമായി തല നനച്ചില്ല ജലദോഷമൊക്കെ ആയിട്ട്. അപ്പൊ ഇന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മോള് ഇന്ന് ട്യൂഷന് പോയില്ല, എക്സാം ഉള്ളത് കൊണ്ട് അവള് പഠിക്കാൻ വേണ്ടി ലീവ് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞാണ് കേട്ടോ ചോറിന് മുട്ടക്കറി വെച്ചാൽ മതിന്ന്. അപ്പൊ ഒന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുട്ടക്കറി വെക്കാൻ വിചാരിച്ചു. നാടനായിട്ടുള്ളത് കേട്ടോ. മസാല നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പാക്കറ്റ് മസാലകളൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നാടനായിട്ടൊരു മുട്ടക്കറിയാണ് കേട്ടോ. നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. ഇതിലാകുമ്പോ ഒരു 2 വിസിൽ വന്നാൽ മതിയല്ലോ, വേഗാവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മുട്ട കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്നു, ഇനി ഒന്നും കൂടി വന്നിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം. പിന്നെ ഞാൻ അത് ചോറിന് അരി ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോറും ഒപ്പം തന്നെ വെക്കുകയാണ്. അപ്പൊ നേരത്തെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, അത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഉച്ചത്തേക്കുള്ളത് മെല്ലെ വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പൊ കറി വെക്കുമ്പോ ഒപ്പം തന്നെ ചോറും വെക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ മോൾക്ക് സ്കൂളിലപ്പോ നമ്മൾ നേരത്തെ തന്നെ ചോറും ഉപ്പേരി എന്തെങ്കിലുമൊക്കെ നേരത്തെ വെച്ച് വെക്കും. അപ്പൊ ഇന്നൊന്നും വെച്ചില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് മുട്ടയാവുന്നുണ്ട്, ചോറും ആവുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോ മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങും നമ്മുടെ വീട്ടുവിശേഷങ്ങളും എല്ലാം കൂടിയിട്ട് വിസിൽ വന്നു ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പൊ എന്താ പറയാ, കുക്കിംഗ് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുവിശേഷങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോയില്. ചെറിയ ചെറിയ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന ട്രാവലിംഗ് വ്ളോഗ് അങ്ങനത്തെയൊക്കെ എല്ലാം കൂടി ചേർന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് മുട്ടക്കറിയാണ് വെക്കുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ മുട്ടക്കറിയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. മീനാക്ഷി എന്തോ പറഞ്ഞിട്ട് അപ്പൊ കേൾക്കണില്ല, ചെവിയൊക്കെ പിന്നെ അവൾക്ക് കേൾക്കുന്നത് അവളുടെ ചെവിയിലല്ലേ, അതിന് സൗണ്ട് ഒന്നും കേൾക്കില്ല. അതിന് പോണത്. അപ്പൊ നമുക്ക് ഈ മുട്ടക്കറി വെക്കാനായിട്ട് ഞാൻ ഇത് അവിടെ ഒരു 3 വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇന്ന് മുട്ടക്കറി വെക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഈ മുട്ടക്കറി വെക്കാനായിട്ട് ഞാൻ ഇത് അവിടെ ഒരു 3 വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. തൊണ്ട വേനിക്കണാ? ഇത് പെട്ടെന്ന് തൊണ്ട വേനിക്കുന്നു പറയണ നീ എന്തിന്? ചൂടുവെള്ളം കുടിക്കുക, ചൂടുവെള്ളം തട്ടെ. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയാ? ഇനി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് 3 വലിയുള്ളി വേണം കേട്ടോ. 3 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്തേ? ശരി. അപ്പൊ ഇതിന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ തക്കാളി നമുക്കൊരു 3 എണ്ണം വേണം. വലിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ 4 എണ്ണം. ഇതിന്റെ ഇടയിൽ ഇന്നലെ കറണ്ട് പോയി പറഞ്ഞില്ലേ, നമ്മുടെ കടയിൽ കറണ്ട് അത് ശരിയാക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര നേരം ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. സമയം ഒരുപാടായി.
12-12:30 വേഗം വെക്കണം. മോളാണെങ്കിൽ വിശക്കണോന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും പെട്ടെന്ന് തന്നെ ഈ മുട്ടക്കറി ഒന്ന് റെഡിയാക്കി എടുക്കാട്ടോ. അപ്പൊ നമ്മൾ സവാളയൊക്കെ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കാട്ടോ. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി വഴറ്റണം. അതിനായിട്ട് ഇതാ ചീൻചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അത് ചൂടാറിയ ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പെരിഞ്ചീരകം ആണ് കേട്ടോ. പെരിഞ്ചീരകം ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാദാ ജീരകം കേട്ടോ, ഇതൊരു കാൽ സ്പൂൺ ആണ്. പിന്നെ ഇതാ പട്ട ഒരു 3 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുരുമുളക് കേട്ടോ, കുരുമുളക് ഇത് 1 സ്പൂൺ ഉണ്ടാവും, 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി കേട്ടോ, പച്ചമല്ലി ഒരു 2 സ്പൂൺ ഉണ്ട്, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രാമ്പു ഒരു 3 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏലക്ക ഒരു 3 ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ഇതാ വറ്റൽമുളക് ഒരു 5 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി സവാളയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ മസാല കൂട്ട് കേട്ടോ. പാക്കറ്റ് മസാലകളൊന്നും നമ്മളിത് ചേർക്കണില്ല. അപ്പൊ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരണം കേട്ടോ. സവാളയൊക്കെ നന്നായി ചുങ്ങി പോണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ. സവാള നന്നായി ഒന്ന് വഴറ്റി എടുക്കണം. നമുക്ക് ഈ സമയത്ത് കുറച്ച് പൊടിയിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വിടാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ അതൊന്ന് വഴറ്റി കിട്ടും. അപ്പൊ നമ്മുടെ ഉള്ളിയും മസാലകളും എല്ലാം കൂടി നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അത് അതുപോലെ ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അതൊരു 3 തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ തക്കാളിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ 3 എടുത്തു. ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാം കേട്ടോ. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോ ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒക്കെ നന്നായി ഉടഞ്ഞു പോട്ടെ കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മോൾ ഇതിന്റെ മണം കേട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ കറിയായോ വിശക്കണു പറഞ്ഞിട്ട്. ഇങ്ങനത്തെ നല്ല മസാലയുടെ മണമൊക്കെ കേട്ടല്ലേ നമുക്ക് പെട്ടെന്ന് വിശക്കും. അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കറിയായോ പറഞ്ഞിട്ട്. അപ്പൊ തക്കാളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ തക്കാളിയൊക്കെ ഒരു പകുതി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ആവാനുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ മതി കേട്ടോ. എന്താന്ന് വെച്ചാൽ ആ മുളക് ചിലപ്പോ എരിവ് കുറച്ച് കുറവാണ് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് ഇത്തിരി സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ളവര് കുറച്ച് മുളക് പൊടി ചേർത്തിയാൽ മതി. അല്ലെങ്കിൽ ആ എരിവ് തന്നെ മതിയാവും കേട്ടോ. കുരുമുളകും ഉണക്കമുളകും ഒക്കെ ഇട്ടതല്ലേ, അപ്പൊ അതിന്റെ എരിവ് മതിയാവും. പക്ഷെ ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും പറഞ്ഞാൽ മോൾക്ക് ഇത്തിരി എരിവൊക്കെ വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിലപ്പോൾ അവൾ എരിവില്ല എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് നന്നായി വഴറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മുട്ടയുടെ തോടൊക്കെ ശരിയാക്കി വെക്കാം. അപ്പൊ ആ മുട്ടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ അങ്ങനെ ചിന്നിട്ടുണ്ട്. ഇതിന്റെ തോടൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. നമുക്ക് ഈ മുട്ടയുടെ തോട് എളുപ്പത്തിൽ കളയാനായിട്ട് ആദ്യം നമുക്ക് ഇതിനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആക്കി നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റാറുണ്ട്. എപ്പോഴും അങ്ങനെ എടുക്കാൻ പറ്റാറുണ്ട്. ഇന്ന് നോക്കട്ടെ. ഞാൻ അങ്ങനെയാണ് എടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അങ്ങനെ എടുക്കാൻ കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടി. അതുപോലെ എല്ലാത്തിനും നമുക്ക് ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി കേട്ടോ. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ കിട്ടി. അത് വേഗം വന്നു കേട്ടോ. സൂപ്പർ. ഇതെങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന്
ആക്കി കൊടുത്താൽ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ ആക്കാം കേട്ടോ. സൂപ്പറായിട്ട് നമുക്ക് തോല് കളയാൻ പറ്റും. ഇതൊരു ചെറിയ ടിപ്പാണ്, എല്ലാവരും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. വാവ്, ഇത് വേഗം വന്നു കേട്ടോ. ദാ പെട്ടെന്ന് തന്നെ വന്നു. ഇതൊന്ന് അപ്പൊ ആ മുട്ടയൊക്കെ തോടൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇത് അവിടെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്കിനി കറി റെഡി ആക്കണമല്ലോ. അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടിട്ട് മുട്ടനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മൾ മുട്ട ഇതാ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ എണ്ണയിൽ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതാ പച്ചമുളക് ഒരു 4 ഇട്ടിട്ടുണ്ട് കേട്ടോ. വലുതാണ്. ഇപ്പൊ ഒരു 4 ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ചതച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ ഞാനതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായി നമ്മുടെ മെയിൻ സാധനം നമ്മുടെ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അധികം വെക്കുന്നുണ്ട് കേട്ടോ. അതാണ് കുറച്ചധികം മസാല ഉള്ളത് കേട്ടോ. മുട്ട ഞാൻ 6 എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ളതാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ അളവ് നമ്മൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ചാർന്ന് കലക്കി സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ മുട്ടക്കറി നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചധികം അല്ല, ഒരു മീഡിയം അളവിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാനത് ചോറിനായിട്ട് വെച്ചാണ്. അതുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് പോലെ അത്ര കട്ടി വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി 2 തിള വന്നത് നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ. ഇനി കുറച്ച് മല്ലിയില നമുക്ക് ഇതിന്റെ മേലൊന്ന് അരിഞ്ഞ് വിതറി കൊടുക്കാം. അപ്പൊ മല്ലിയില എടുത്തിട്ട് വരാം. അപ്പൊ ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ഓഫാക്കി വെക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല നാടൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ ആദ്യം തന്നെ വേഗം മോൾക്കൊന്ന് ചോറ് കൊടുത്തിട്ട് വരാട്ടോ. അവള് കുറെ നേരമായി കറി ആയോ ചോദിക്കണു. അപ്പൊ വേഗം ഒന്ന് കൊടുക്കട്ടെ. അപ്പൊ നമ്മുടെ ഇതാ ഒരു മുട്ട വെച്ചു, കുറച്ച് ചാറ് ഒഴിക്കാട്ടോ. എങ്ങനുണ്ട്? അപ്പൊ നമ്മുടെ മുട്ടക്കറിയും ചോറും കൂടി ഞങ്ങൾ സൗണ്ട് പുറത്ത് കേൾക്കും. അപ്പൊ ഞാനും മോളും നല്ല അടിപൊളി മുട്ടക്കറി ചോറും കഴിക്കുകയാണ് കേട്ടോ. പൊന്നിരി ചോറാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ചെറിയ അരി.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഏട്ടൻ വിളിച്ചത് കേട്ടോ. അപ്പോൾ AC സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ AC വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് സർവീസാണ്. അപ്പോൾ ആദ്യത്തെ 2 സർവീസ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ലേഡർ വേണം പറഞ്ഞു കേട്ടോ, അതിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ നമ്മുടെ കടേൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ അവരതൊക്കെ കഴിഞ്ഞ് പോയി കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പാൽ ഒരു 5-5:30 ആയപ്പോൾ പാലൊക്കെ വന്നു. പിന്നെ നമ്മളിതാ ചായയൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും കാണാൻ ചേച്ചിക്ക് മാത്രം ചായ വെച്ചു. പിന്നെ മോള് പിന്നെ അതൊന്നും കഴിച്ചില്ല കേട്ടോ, കുടിച്ചില്ല കേട്ടോ. മോള് ചായ ഒന്നും കുടിക്കില്ലല്ലോ എപ്പോഴും. അങ്ങനെ ചായയുടെ കൂടെ നമുക്കിന്ന് കഴിക്കാനായിട്ട് ബ്രെഡ് ഉണ്ട്. നമ്മൾ അടുത്ത കടയിൽ നിന്ന് അപ്പോഴേ കടയ്ക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രെഡും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചായയും ബ്രെഡും ആണ് കേട്ടോ വൈകുന്നേരം. പിന്നെ ഇന്ന് ഏട്ടൻ വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം ഏട്ടനോട് ചോദിച്ചപ്പോൾ നൂലുപുട്ട് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നൂലുപുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഷോപ്പൊക്കെ അടച്ച് വന്നിട്ടുള്ള പണിയാണ് കേട്ടോ അത്. ഷോപ്പ് അടയ്ക്കണതൊന്നും പിന്നെ ഞാൻ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ വന്ന ശേഷം അരിമാവൊക്കെ നന്നായി നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കണം കേട്ടോ. അപ്പോഴേ നൂലുപുട്ട് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനായി മരത്തിൻ്റെ ചട്ടം കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂലുപുട്ട് ഞാനിതൊരു പ്ലേറ്റിൽ നൈസായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെ പീച്ചി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. പക്ഷേ എന്ത് പറ്റിയെന്നറിയോ, 2 എണ്ണം ഉണ്ടാക്കുമ്പോഴേക്കും അതങ്ങനെ ലൂസായി പോയിട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ലാസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. പിന്നെ വേറൊരു ഐഡിയ ഞാനിതിൽ പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമുക്ക് നൂലുപുട്ട് ഉണ്ടാക്കാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ടേപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ നൂലുപുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നൂലുപുട്ടൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.